ചിലപ്പോഴൊക്കെ എന്തെങ്കിലും തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ദിവസങ്ങളുണ്ടാവും അല്ലേ? അങ്ങനെയൊക്കെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതുപോലൊരു ചമ്മന്തി തയ്യാറാക്കി കഴിഞ്ഞാലേ നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടി കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് വേറെ കറികളുടെയോ ഒന്നും ആവശ്യമില്ല. ഒരുപാട് സമയവും വേണ്ട, ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട. നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴുമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇതൊരു നാടൻ ചമ്മന്തി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഈ ഒരു രീതിയിലിരിക്കുന്നത്. എണ്ണയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 10 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പിരിയൻ മുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണം എന്ന് തോന്നുവാണെങ്കിൽ പിരിയൻ മുളകും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ സാധാരണ വറ്റൽമുളകുണ്ടല്ലോ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇതിപ്പോൾ വന്നിട്ട് ഒരുപാട് അങ്ങനെ എരിവൊന്നും ഉണ്ടാവില്ല, എന്നാൽ നമ്മുടെ ചമ്മന്തിക്ക് വന്നിട്ട് നല്ലൊരു കളറും ഒക്കെ കിട്ടും. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മുളക് വറുത്തെടുക്കാനായിട്ട്, കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ മുളകല്ല ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ആ ഒരു സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ ഇരിപ്പുണ്ട്. ഇതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചമ്മന്തിക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല കേട്ടോ. നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമുക്ക് ഓരോന്നും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 10-20 കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ഞാൻ തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളിക്ക് പകരം സവാളയൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. സവാള ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചമ്മന്തിയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ചമ്മന്തി വന്നിട്ട് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷേ എന്നാൽ പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു റെസിപ്പി ഇന്ന് ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ വന്നിട്ട് ഞാൻ പലതരം ചമ്മന്തികളുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ഇഡ്ഡലി, ദോശ എല്ലാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന പലതരം ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തികളുടെ റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങ ചേർത്ത് തയ്യാറാക്കുന്നതും തേങ്ങയൊന്നും ചേർക്കാതെ കൊണ്ട് തയ്യാറാക്കുന്ന ചമ്മന്തികളുടെയൊക്കെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കിനി ചമ്മന്തി തയ്യാറാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചമ്മന്തി അങ്ങ് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലല്ല കേട്ടോ അരച്ചെടുക്കാൻ പോകുന്നത്. ഇതുപോലെ കുഞ്ഞൊരു അമ്മിക്കല്ലിലാണ് അരച്ചെടുക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന ആ ഒരു കുഞ്ഞു ഉരലുണ്ടല്ലോ, ആ ഉരലിൽ വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ചതച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ വറ്റൽമുളകാണ് ഒന്ന് ചതച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചമ്മന്തി വന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, എന്തിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ചോറ്, കഞ്ഞി, അതുപോലെ തന്നെ പഴങ്കഞ്ഞിയുടെ കൂടെ, അതുപോലെ കപ്പ വേവിച്ചതിൻ്റെ കൂടെ, പിന്നെ അതുപോലെ തന്നെ ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ നമുക്ക് ഈ ഒരു ചമ്മന്തി വന്നിട്ട് സൈഡായിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കുന്നത്. അത്യാവശ്യം എരിവും പുളിയും ഒക്കെയുള്ള നല്ലൊരു ചമ്മന്തിയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ചേരുവ ചേർക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാമേ. അപ്പോൾ നമ്മുടെ വറ്റൽമുളകെല്ലാം ഞാനിപ്പോൾ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി അങ്ങ് നന്നായിട്ട് അരഞ്ഞു പോകും. നമുക്ക് ആ ഒരു രീതിയിലല്ല ഈ ചമ്മന്തി വേണ്ടത്. ഉള്ളിയും വറ്റൽമുളകും ഒക്കെ നമുക്കിങ്ങനെ ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്കിത് തയ്യാറാക്കി എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു കുഞ്ഞ് അമ്മിയിലോ അല്ലെങ്കിൽ കുഞ്ഞ് ഉരലിലോ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകും എല്ലാം ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പുളി കുതിർക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് പച്ചവെള്ളമല്ല, അതിന് പകരം ചെറു ചൂടുള്ള കഞ്ഞിവെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളമാണിത്. നമുക്ക് ഏത് ചോറിൻ്റെ കഞ്ഞിവെള്ളം വേണമെങ്കിലും നമുക്കിതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെമ്പാവരിയുടെ കഞ്ഞിവെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം വേണം നമ്മളിതിലേക്ക് ഉപയോഗിക്കാനായിട്ട്. അതായത് ഇന്നുണ്ടാക്കുന്ന ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കേണ്ടത്. പഴങ്കഞ്ഞിയുടെ വെള്ളമൊന്നും നമ്മളിതിലേക്ക് ഉപയോഗിക്കരുത്. ചെറു ചൂടോട് കൂടിയുള്ള കഞ്ഞിവെള്ളത്തിലാണ് പുളി കുതിർത്ത് വെച്ചിരിക്കുന്നത്. പുളിയെല്ലാം നല്ലപോലെ കുതിർന്നതിന് ശേഷം നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം പുളി വേണോ അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ചമ്മന്തിയിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പുളിവെള്ളമാണ് കേട്ടോ ഇത്. നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാകും. കാരണം ഈ ഒരു ചമ്മന്തി വന്നിട്ട് കട്ടിച്ചമ്മന്തിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ തിക്കായിട്ടുള്ള പുളിവെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിച്ചമ്മന്തി അഥവാ ഉള്ളിത്തിരുമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ചൂട് ചോറിൻ്റെയും അതുപോലെ തന്നെ കഞ്ഞിയുടെയും എന്തിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.